ഇന്ത്യയുടെ ടൂറിസ്റ്റ് ഹബ്ബാകാൻ ഒരുങ്ങുകയാണ് ലക്ഷദ്വീപ്. 3600 കോടിയുടെ പദ്ധതിയാണ് ലക്ഷദ്വീപിന്റെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നത്. ലക്ഷദ്വീപിലെ വിവിധ ഭാഗങ്ങളിൽ വിവിധ തരത്തിലുള്ള സൗകര്യങ്ങൾ വികസിപ്പിക്കും. ഇതോടെ ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് വിദേശത്ത് പോകാതെ തന്നെ തങ്ങളുടെ രാജ്യത്തെ മനോഹരമായ ബീച്ചുകൾ ആസ്വദിക്കാനാകും. ലക്ഷദ്വീപിനെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. ലക്ഷദ്വീപിനു വേണ്ടി പ്രത്യേക പദ്ധതി വിഹിതം വകയിരുത്തുന്നതായി ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ് അവതരണത്തിനിടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ എടുത്തു പറഞ്ഞിരുന്നു. തുറമുഖങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനും ടൂറിസം മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും അനുബന്ധ സൗകര്യങ്ങളും ഏർപ്പെടുത്തുമെന്നും ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് ലക്ഷദ്വീപിന്റെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ വികസനത്തിനായി 3600 കോടിയിലധികം രൂപയുടെ പദ്ധതികൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്നത്. ലക്ഷദ്വീപ് ഗ്രൂപ്പിൽ ഉൾപ്പെട്ട കവരത്തി, അഗത്തി, ആംറൂത്ത്, കടമത്ത്, കൽപ്പേനി ദ്വീപുകളും കേന്ദ്ര സർക്കാർ വികസിപ്പിക്കും. ഈ തുറമുഖങ്ങളിൽ റോഡുകൾ നിർമ്മിക്കുകയും എല്ലാവിധ സൗകര്യങ്ങളും വികസിപ്പിക്കുകയും ചെയ്യും. വിമാന സൗകര്യങ്ങളും ഇവിടെ വികസിപ്പിക്കും. സാഗർമാല പദ്ധതിയിൽ സർക്കാർ ലക്ഷദ്വീപിനെ ഉൾപ്പെടുത്തി വികസിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. സാഗർമാല പദ്ധതിയുടെ ഫണ്ടിൽ നിന്നാണ് ഈ വികസനത്തിനുള്ള തുക കണ്ടെത്തുക. ലക്ഷദ്വീപിന്റെ വികസനത്തിനായി 13 പദ്ധതികളാണ് സർക്കാർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ പദ്ധതികളിലൂടെ ലക്ഷദ്വീപ് ഗ്രൂപ്പിലെ 36 ദ്വീപുകളുടെ ചിത്രം മാറിമറിയും. കടമത്ത് ദ്വീപിൽ സർക്കാർ പരമാവധി 1034 കോടി രൂപ ചിലവഴിക്കുമെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഈ ഫണ്ട് തുറമുഖ ബീച്ച് വികസനത്തിൽ നിക്ഷേപിക്കും. കൂടാതെ കൽപ്പേനി ദ്വീപിന് 804 കോടി രൂപ ചിലവ് വരും. 762 കോടി രൂപ ചിലവിൽ ആംറൂത്ത് ദ്വീപ് വികസിപ്പിക്കും. മിനിക്കോയ്, കവരത്തി ദ്വീപുകളുടെ വികസനത്തിനും വൻ തുക അനുവദിച്ചിട്ടുണ്ട്. ജനുവരി ആദ്യ ആഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസങ്ങളിലായി ലക്ഷദ്വീപിൽ സന്ദർശനം നടത്തിയതോടെയാണ് പൊടുന്നനെ ലക്ഷദ്വീപ് വാർത്തകളിൽ ഇടം പിടിച്ചത്. ഭൂപ്രകൃതിയുടെ വൈവിധ്യത്താലും സൗന്ദര്യത്താലും ഏറെ സമ്പന്നവും ആകർഷകവുമായ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ലോകത്തെ വമ്പൻ സാമ്പത്തിക ശക്തിയാകാൻ കുതിക്കുന്ന രാജ്യത്തിന്റെ സമ്പദ്ഘടനയിൽ നിർണായകമായ പങ്കുവഹിക്കാൻ വിനോദസഞ്ചാര മേഖലയ്ക്ക് സാധിക്കും എന്നാണ് പ്രതീക്ഷ. തദ്ദേശീയർക്കും സാധാരണക്കാർക്കും ഏറെ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കുമെന്നതിനാൽ കേന്ദ്ര സർക്കാരും ടൂറിസം മേഖലയ്ക്ക് അതീവ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് ലക്ഷദ്വീപ്. മാൽദീവ്സിനെ കടത്തിവെട്ടി അടുത്ത ടൂറിസം ഹബ്ബായി ലക്ഷദ്വീപിനെ മാറ്റിയെടുക്കുന്നതിനുള്ള വലിയ വികസന പ്രവർത്തനങ്ങളാണ് തയ്യാറാകുന്നത്. തുറമുഖങ്ങളും പെരിഫറൽ റോഡുകളും തീരത്തെ അഭിമുഖീകരിക്കുന്ന വിനോദ കേന്ദ്രങ്ങളുമൊക്കെ സജ്ജമാകും. നിലവിൽ 13 പദ്ധതികളാണ് വിഭാവനം ചെയ്യുന്നത്. ഇതിനായുള്ള വിഹിതം രാജ്യത്തെ തുറമുഖങ്ങളുടെ വികസനത്തിനുള്ള സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കണ്ടെത്തുന്നത്. രാജ്യത്തെ 12 തുറമുഖങ്ങളെ ബന്ധിപ്പിച്ചുള്ള പദ്ധതിയാണ് സാഗർമാല. പദ്ധതിയിൽ 13 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പങ്കാളികളാണ്. സാഗർമാല പൂർത്തിയാകുന്നതോടുകൂടി ചരക്ക് ഗതാഗതത്തിൽ 3 ഇരട്ടിയുടെ വർധനവാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കുന്നതോടെ തുറമുഖങ്ങളിൽ നിന്നുള്ള ചരക്ക് കടത്തൽ വളരെ എളുപ്പമാകും. സിമന്റ്, സ്റ്റീൽ, കോൾ തുടങ്ങിയവ വലിയ അളവിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് മുതൽക്കൂട്ടാണ്. തുറമുഖങ്ങളെ ആധാരമാക്കിയുള്ള വികസനമാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.